നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇന്ന് പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായി വളരെ പെട്ടെന്ന് നോക്കാം ഈ അരമണിക്കൂറിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോടതിയെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ. തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ച മാതൃക സ്വീകരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നതിനെ തുടർന്നാണ് തീരുമാനം. ബിജെപി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിയമ നടപടിയോട് യോജിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നതായിരുന്നു സർക്കാർ മുൻകൈയിൽ നടന്ന സർവകക്ഷി യോഗത്തിന്റെ പൊതുവികാരം. SIR ചോദ്യം ചെയ്ത് DMK സുപ്രീം കോടതിയെ സമീപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സമീപനം സ്വീകരിച്ചത്. സർക്കാരും നിയമ നടപടിയോട് യോജിച്ചതോടെ അത് യോഗത്തിന്റെ പൊതു തീരുമാനമായി മാറി. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കാനുള്ള തീരുമാനം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായി യോജിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് SIR എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടിപ്പിച്ച നിലപാട്. നിയമോപദേശം ലഭിച്ച ശേഷം SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തലത്തിലെ ധാരണ. 24 തിരുവനന്തപുരം. ഹരിയാനയിലെ വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ്. 25 ലക്ഷം കള്ളവോട്ടിലൂടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെയ ആരോപണം. രാജ്യത്തെ സംവിധാനത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ല എന്നാണ് ആരോപണത്തിൽ BJP-യുടെ മറുപടി. കാത്തുവച്ച ഹൈഡ്രജൻ ബോംബാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി പൊട്ടിച്ചത്. ഹരിയാന തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം ഓരോന്നോരോന്നായി പുറത്ത്. ഫോട്ടോഗ്രാഫർ മാത്യൂസ് ഫെറോറ എടുത്ത ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് പല പേരുകളിൽ ചെയ്തത് 22 വോട്ട്. She votes 22 times in Haryana and she votes in 10 different booths in Haryana and she's got multiple names: Seema, Sweetie, Saraswati. She's from Brazil. She's a Brazilian model. ഇരട്ട വോട്ട് 5 ലക്ഷത്തിലേറെ, 1 ലക്ഷത്തിനടുത്ത് വ്യാജവിലാസങ്ങൾ, ഒറ്റ ചിത്രം ഉപയോഗിച്ച് 1.25 ലക്ഷം വോട്ട്, 2 ബൂത്തുകളിൽ ഒരു വോട്ടർക്ക് 223 വോട്ട്. ഇങ്ങനെ 5 രീതിയിൽ അട്ടിമറി. 25 ലക്ഷത്തോളം കള്ളവോട്ടിലൂടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് എച്ച് ഫയൽ എന്ന പേരിൽ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണവും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചു. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we proved it. Do you have any doubts? എന്നാൽ ഇതുൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. कि उसको उम्र को 124 बता करके जितना बदनाम किया, तो ऐसा नकली फोटोग्राफ, नकली नाम, नकली इशू लेकर के राहुल गांधी और कांग्रेस पार्टी समय समय में बोलते रहते हैं. മുമ്പ് മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് കൊള്ള നടത്തിയെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നിലവിൽ രാഹുലിന്റെ 2 പരാതികൾ കമ്മീഷന് മുന്നിലുണ്ടെന്നും കൈവശമുള്ള തെളിവുകൾ രാഹുൽ ആ കേസുകളിൽ ഉപയോഗിക്കണമെന്നും ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ഇന്ന് പുതിയ അപ്ഡേറ്റ്സ് പുറത്തുവന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തി ഹൈക്കോടതി. നിലവിലെ ഭരണസമിതിയുടെ മിനിറ്റ്സിൽ ഗുരുതര ക്രമക്കേടുകൾ എന്നാണ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹക്കടത്തെന്ന സംശയവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചു. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. 2025-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കൊടുത്തുവിട്ടത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ ഈ വർഷം മതിയായ സമയം കിട്ടിയെങ്കിലും ബോർഡ് തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന ചോദ്യം കോടതി ഉയർത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരൻ സുഭാഷ് കപൂറുമായാണ് കോടതി താരതമ്യപ്പെടുത്തിയത്. ശബരിമലയിലെ മൂല്യവസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി സംശയിക്കുന്നു. 2019-ലെ ഭരണസമിതിക്കെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ട്. ബാക്കി വന്ന ദേവസ്വം ബോർഡിന്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചിട്ടും ക്രിമിനൽ നടപടി സ്വീകരിക്കാതിരുന്നത്
അത്ഭുതപ്പെടുത്തിയെന്ന് കോടതി വ്യക്തമാക്കി. പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്ന നിഗമനത്തിലാണ് കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകി. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതി പോലും ഞെട്ടുന്ന സാഹചര്യമാണുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി. ഹൈക്കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. മുത്തശ്ശി കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തി. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. മുത്തശ്ശിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. സംഭവത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുത്തശ്ശി നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ സംസ്കാരം നടത്തും. നാളെ ബീഹാർ വിധിയെഴുതാൻ പോവുകയാണ്. പൊടിപാറും പ്രചാരണത്തിനൊടുവിൽ ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുക. തേജസ്വി യാദവും സാമ്രാജ് ചൌധരിയും ഉൾപ്പെടെ പ്രമുഖരാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഒന്നാം ഘട്ടം പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് സ്ത്രീകൾക്ക് 30,000 രൂപ ജനുവരിയിൽ തന്നെ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇത്രയും ക്ഷേമ പദ്ധതികൾ എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യത്തിന് 24നോട് കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേരയുടെ മറുപടി ഇതായിരുന്നു. Absolutely, the Mahagathbandhan will honor every word that we have uttered in this election. തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തും പ്രഖ്യാപിക്കാമല്ലോ എന്നതായിരുന്നു BJP എംപിയും നടനുമായ രവി കിഷൻ പരിഹസിച്ചത്. अब जब पता चला है कि हार रहे हैं तो अब तो पूरा बिहारो देने तैयार हो जाएंगे. अब खेला हो गई लो, पहला चरण में सब हो गया है. പ്രമുഖർ പലരുടെയും വിധിയെഴുത്തും നാളെയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്ന്, BJPയുടെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി താരാപൂരിൽ നിന്നും, വിജയ് കുമാർ സിൻഹ ലഖിസറായിൽ നിന്നും മത്സരിക്കുന്നു. പുതിയ പരീക്ഷണവുമായി ഇറങ്ങിയ തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് മഹുവയിൽ നിന്നാണ് പോരാടുന്നത്. ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിലെ താര സ്ഥാനാർത്ഥിയാണ്. സമുദായ സമവാക്യങ്ങളെക്കാൾ ക്ഷേമ പദ്ധതികളിലൂടെ കൂടുതൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബീഹാറിൽ അവസാന നിമിഷവും മുന്നണികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കരൂർ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായി പാർട്ടി വേദിയിലെത്തി TVK അധ്യക്ഷൻ വിജയ്. ദുരന്തത്തിന് കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും DMKയുമാണെന്നും വിജയ് വിമർശിച്ചു. അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം DMKയും TVKയും തമ്മിലെന്നും വിജയ് പറഞ്ഞു. മാമല്ലപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ നടന്ന പാർട്ടിയുടെ പ്രത്യേക ജനറൽ കൗൺസിൽ യോഗത്തിലാണ് വിജയിയുടെ വിമർശനം. കരൂർ ദുരന്തത്തിൽ തനിക്കും പാർട്ടിക്കും അഗാധമായ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ മൗനം. ദുരന്തത്തെ രാഷ്ട്രീയവത്കരിക്കുന്നില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് വിജയ്. இந்த கபட நாடக திமுக அரசோட தில்லுமுல்லுகளை தாங்கி பிடிக்க இயலாமல் உச்சநீதிமன்றத்தில் திக்கு திணறி நின்றது முதல்வர் அவர்களுக்கு மறந்துவிட்டதா? പാർട്ടി കരൂരിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഒത്തുകൂടാൻ കഴിയുന്ന വേദികൾ പാർട്ടി ആവശ്യപ്പെടുമ്പോഴെല്ലാം അത് നിരസിക്കുകയും പകരം സ്ഥലപരിമിതികളുള്ള സ്ഥലങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപണം. இந்த லாஸ்ட் மினிட் வரைக்கும் எங்களுக்கு அந்த இடம் கொடுப்பாங்களா மாட்டாங்களா, பெர்மிஷன் தருவாங்களா மாட்டாங்களா, இப்படியே இழுத்து அடிச்சுக்கிட்டு இருப்பாங்க. நாகப்பட்டினத்தில் சொன்னது மாதிரி தான், நாங்கள் ஒரு இடம் செலக்ட் பண்ணி கேட்போம், மக்கள் நல்லா ஸ்பேஷியஸாக நின்று பார்க்குற மாதிரி. பட் அவங்க அதையெல்லாம் ரிஜெக்ட் பண்ணிட்டு மக்கள் நெருக்கடியோடு நின்று பார்க்குற மாதிரி ஒரு இடத்த செலக்ட் பண்ணி எங்களுக்கு கொடுப்பாங்க. TVK വിജയിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സഖ്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വിജയിയെ ചുമതലപ്പെടുത്താനും ജനറൽ കൗൺസിൽ പ്രമേയം പാസാക്കി. 24 ചെന്നൈ. സംസ്ഥാനത്തെ 3 കോർപ്പറേഷനുകളിൽ ഇത്തവണ വനിതാ മേയർമാരെത്തും. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ മേയർ പദവി സ്ത്രീകൾക്ക് സംവരണം ചെയ്ത് വിജ്ഞാപനമിറക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷസ്ഥാനവും സ്ത്രീകൾക്കാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷസ്ഥാനം പട്ടികജാതി വിഭാഗത്തിലെ വനിതയ്ക്ക് വേണ്ടി സംവരണം ചെയ്തു.
ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിനെതിരെ റാപ്പർ വേടൻ. വേടന് പോലും അവാർഡ് നൽകിയെന്ന പരാമർശം അപമാനിക്കുന്നതിന് തുല്യമെന്ന് വേടൻ പറഞ്ഞു. പ്രതികരണം ചർച്ചയായതോടെ നിലപാട് തിരുത്തി വേടൻ രംഗത്തെത്തി. വേടന് സംസ്ഥാന അവാർഡ് നൽകിയതിൽ തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ ദീദി ദാമോദരൻ വിമർശനവുമായി എത്തി. കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് 5 അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു ഇപ്രാവശ്യം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഈ പരാമർശത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. പരാമർശത്തിൽ വേടന്റെ പ്രതികരണം ഇങ്ങനെ: ആണ്, തീർച്ചയായിട്ടും ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ. പാട്ടാണല്ലോ എന്റെ മാധ്യമം, പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. പ്രതികരണം ചർച്ചയായതോടെ വേടൻ വിഷയത്തിൽ വിശദീകരണവുമായി എത്തി. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. വേടന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച തുടരുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ വേടന് അവാർഡ് നൽകിയ ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയണമെന്ന് ദീദി ദാമോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. ആരോഗ്യവകുപ്പും സർക്കാരും കൈവിട്ടതോടെ ജീവിതം വഴിമുട്ടിയെന്ന് കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടിവന്ന നീതു 24-നോട്. കൈകാലുകളിലെ 11 വിരലുകൾ മുറിച്ചുമാറ്റി. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർക്കാർ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടുവെന്ന് നീതു 24-നോട് പറഞ്ഞു. ഗതികേടിന്റെ പെരുവഴിയിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിനിയായ ഈ 31-കാരി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ്. ഏതു നിമിഷവും ജീവൻ പോലും നഷ്ടമായേക്കും. ഒരു വീട് വെക്കാൻ കരുതി വെച്ച മുഴുവൻ സമ്പാദ്യവും ചെലവാക്കി. ഇനിയും ലക്ഷങ്ങൾ ചെലവാക്കണം. ചെന്ന് കയറുന്നതും കാർഡിയാക് അറസ്റ്റിലോട്ടാണ് പോകുന്നത്. അതായത് ഡെത്താണ്. ഞാനത് 2 മിനിറ്റ് മുന്നേ വെച്ചാണ് എനിക്കത് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിൽ വെച്ച് മരിച്ചു പോകുമായിരുന്നു. നീതുവിന്റെ നിസ്സഹായതയിൽ സർക്കാർ പൂർണ്ണമായും മുഖം തിരിച്ചു. ശസ്ത്രക്രിയ നടത്തിയ കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢാലോചനയെന്നും യുവതി. ഈ റിപ്പോർട്ട് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഡോക്ടറിനെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇതിലൊരു തെറ്റുണ്ട്, പക്ഷെ ആ തെറ്റ് എവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കണം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. ക്ലിനിക്കിന് ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ ഡോക്ടറല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നും നീതു പിന്നീടാണ് അറിയുന്നത്. എനിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാതെ വെറുതെ ഒരു 24 മണിക്കൂറോളം കൂടുതൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തരാതെ ഞാൻ അവിടെ തന്നെ കിടന്നു, ആശുപത്രിയിൽ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പെട്ടെന്ന് അവരെന്നെ അനന്തപുരിയിലോട്ട് ചെല്ലുന്നതും കാർഡിയാക് അറസ്റ്റാണ്. നീതുവിന് ഹെർണിയ ശസ്ത്രക്രിയ ഉടൻ നടത്തണം. എന്നാൽ നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ അതിന് കഴിയില്ല. നോർമൽ ഒരു പേഷ്യൻറ്റിന് ഹെർണിയ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഈ സർജറി കാരണം അവിടുത്തെ അബ്ഡോമിനൽ വോൾ മൊത്തവും ഡിസ്ട്രക്റ്റ് ആയി എന്നാണ് പറയുന്നത്. അവിടെ മസിൽസ് ഒന്നുമില്ല. അപ്പോൾ നോർമൽ ചെയ്യുന്ന ഹെർണിയ പ്രൊസീജിയർ എനിക്ക് പറ്റത്തില്ല. അത് ആ ഒരു അതൊരു റിസ്ക് ഫാക്ടർ പോലെയാണ്. അത് ഹെർണിയ എങ്ങനെ ഹെർണിയ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുമോ? സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ജോലിയായിരുന്നു. അതിനും പോകാൻ കഴിയാത്ത സ്ഥിതി. മാസങ്ങൾ കഴിഞ്ഞും സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നീതു. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് നീതുവിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. 24 തിരുവനന്തപുരം. നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ കർഷക രോഷം ഉയരുന്നതിനിടെ ശനിയാഴ്ച മന്ത്രിതല യോഗം. യോഗത്തിനു ശേഷം സംസ്ഥാന വ്യാപകമായി നെല്ല് സംഭരണത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ലെടുക്കാനാണ് ആലോചന. കൊയ്തെടുത്ത നെല്ല് എവിടെ വിൽക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർഷകർ. ഗതികെട്ട് തെരുവിൽ പ്രതിഷേധവുമായി നെൽകർഷകർ രംഗത്തെത്തിയതോടെയാണ് ശനിയാഴ്ച മന്ത്രിതല യോഗം. നെല്ല് സംഭരണത്തിൽ സഹകരണ വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് സപ്ലൈകോയ്ക്ക്. കർഷകരിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങൾ നെല്ല് സംഭരിച്ച് അരിയാക്കിയാൽ സപ്ലൈകോ വാങ്ങും. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശനിയാഴ്ച പാലക്കാട് മന്ത്രിമാർ യോഗം ചേരും. ജില്ലയിലെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, മന്ത്രിമാരായ VN വാസവൻ, GR അനിൽ എന്നിവർ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ നെല്ല് സംഭരണം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം. നിലവിൽ ഇതുവരെ വിവിധ ജില്ലകളിൽ നിന്നായി 120 ലോഡ് നെല്ല് സംഭരിച്ചു. 2 മില്ലുടമകൾ കൂടി സംഭരണത്തിന് സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കർഷകരെ അണിനിരത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുഴൽമന്നം പഞ്ചായത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. 24 തിരുവനന്തപുരം.
ഈ വർഷവും കയർ ദിനം ആഘോഷിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കയർ മേഖലയിൽ പ്രതിഷേധം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇന്നേ വരെ കയർ ദിനമായ നവംബർ 5-ന് യാതൊരു പരിപാടികളും സംഘടിപ്പിച്ചിട്ടില്ല. കയർ മേഖലയോടുള്ള നിരന്തര അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ തൊഴിലാളികൾ. 1935 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ആദ്യ കയർ വ്യവസായ സഹകരണ സംഘം കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്തത്. കയർ ദിനമായി നവംബർ 5 തിരഞ്ഞെടുക്കാനും കാരണമിതാണ്. കഴിഞ്ഞ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കയർ മന്ത്രിയായിരുന്ന G സുധാകരൻ മുൻകൈയെടുത്താണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏറെ നാളത്തെ പഠനങ്ങൾക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും വർഷാവർഷം കയർ ദിനം വിപുലമായി ആചരിച്ചിരുന്നു. 2016-ൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മലയാളി പോലും കയർ ദിനം മറന്നു. സർക്കാർ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു. പിണറായി ഗവൺമെന്റിന്റെ ഈ 2 ഘട്ടത്തിലും കയർ ദിനവും കയർ കേരളയും മറന്നുകൊണ്ട് കയർ മേഖലയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതാപമെന്ന് പറയുന്നത് കയറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ ആ ചരിത്രത്തെ മറികടന്നുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും ആ മേഖലയിൽ തൊഴിലെടുപ്പിക്കുന്ന ചെറുകിടക്കാരെയും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയർ ദിനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മേഖലയിലെ പ്രതിസന്ധികൾ കൂടി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു തൊഴിലാളികളുടെ പ്രതീക്ഷ. എല്ലാ വർഷവും ആലപ്പുഴയിൽ നടന്നു വന്നിരുന്ന കയർ കേരള അന്താരാഷ്ട്ര മേളയും മുടങ്ങിയിട്ട് വർഷങ്ങളായി. അവസാനമായി മേള നടന്നത് 2019-ൽ. അന്ന് 399 കോടി രൂപയുടെ ഓർഡറുകളാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് കയർ ഉൽപ്പന്നങ്ങൾ ഓർഡർ ലഭിക്കാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളിൽ പകുതി പേരും തൊഴിലുപേക്ഷിച്ച മറ്റ് ജോലികളിലേക്ക് കടന്നു. അവഗണന അവസാനിപ്പിച്ച് സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ കയർ വ്യവസായം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. 24 ആലപ്പുഴ. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഓൺലൈൻ ടാക്സി സേവനം ഉപയോഗിച്ചതിനായിരുന്നു മുംബൈ സ്വദേശി ജാൻവിക്ക് നേരെ മൂന്നാറിൽ ഡ്രൈവർമാരുടെ കയ്യാങ്കളി. മൂന്നാർ സ്വദേശികളായ P വിജയകുമാർ, K വിനായകൻ, A അനീഷ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. 2 ടാക്സി കാറുകളിലും ഇരുചക്ര വാഹനത്തിലുമാണ് ഇവർ പ്രശ്നമുണ്ടാക്കാനെത്തിയത്. ലൈസൻസിനൊപ്പം ഈ വാഹനങ്ങളുടെയും പെർമിറ്റ് റദ്ദാക്കാനും നീക്കമുണ്ട്. കയ്യാങ്കളിക്ക് നിന്നിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സി മൂന്നാറിൽ സർവീസ് നടത്തുന്നതിന്റെ നിയന്ത്രണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തതെന്നും ഡ്രൈവർമാർ വിശദീകരിക്കുന്നു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വിശദീകരിച്ചു. കൂടുതൽ പരാതിയില്ലെന്ന നിലപാടിലാണ് യുവതിയുടെ കുടുംബാംഗങ്ങളും. സംഭവം വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ യുവതി നീക്കം ചെയ്തിരുന്നു. 24 ഇടുക്കി. അമേരിക്കയിൽ പൊതുചരിത്രം എഴുതി ന്യൂയോർക്ക് സിറ്റി മേയറായി ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരുമെന്ന് ജനത്തെ അഭിസംബോധന ചെയ്ത് സൊഹ്റാൻ മംദാനി പറഞ്ഞു. മേയർ, ഗവർണർ തിരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ് ഫലം. മിസൗറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ജെ എലക്കാട്ട് 3ാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി മറികടന്നാണ് സൊഹ്റാൻ മംദാനിയുടെ മിന്നും ജയം. മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായം വെട്ടിച്ചുരുക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണി ജനം തള്ളി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെ മുൻ ഗവർണറും ഡെമോക്രാറ്റുമായ ആൻഡ്രൂ കുമോയ്ക്കായി ട്രംപ് രംഗത്തിറങ്ങിയെങ്കിലും അതും ഫലം കണ്ടില്ല. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ച മംദാനി ലോകത്തെ വലിയ നഗരത്തിന്റെ മുഖമായി. കുടിയേറ്റവും ഇസ്ലാമോഫോബിയയും പരാമർശിച്ച് മംദാനിയുടെ വിജയപ്രസംഗം. Where the more than 1 million Muslims know that they belong. Not just in the 5 boroughs of this city, but in the halls of power. ഇന്ത്യയിൽ ജനിച്ച ഗസാല ഹാഷ്മി വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിൻസിനാറ്റിയിൽ ഇന്ത്യൻ വംശജനായ അഫ്താബ് പുരേവാൾ വീണ്ടും മേയറായി. ഇരുവരും ഡെമോക്രാറ്റുകളാണ്. ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഡെമോക്രാറ്റുകളായ വനിതകളാണ് ഗവർണർ സ്ഥാനത്തേക്ക് ജയിച്ചത്. 2ഇടത്തും ആദ്യമായാണ് വനിതകളുടെ വിജയം. ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും ഷട്ട്ഡൌണുമാണ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർ പരാജയപ്പെടാൻ കാരണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബോസ്റ്റൺ ഗ്ലോബൽ ഫോറവും AI വേൾഡ് സൊസൈറ്റിയും സംയുക്തമായി നൽകുന്ന സമാധാന പുരസ്കാരം ശ്രീ രവിശങ്കറിന്. ലോകമെമ്പാടും നടത്തിയ സമാധാന ശ്രമങ്ങളും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനവും മാനുഷിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് വേൾഡ് ലീഡർ ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി അവാർഡ് എന്ന പുരസ്കാരം. സമാധാനത്തെ അനുകമ്പ, ക്ഷമ, ധാരണ എന്നിവയിൽ വേരൂന്നിയ ദൈനംദിന പരിശീലനമായിട്ടാണ് ശ്രീ രവിശങ്കർ പഠിപ്പിച്ചത് എന്ന് ബോസ്റ്റൺ ഗ്ലോബൽ ഫോറത്തിന്റെ സഹസ്ഥാപകനും ചെയർമാനുമായ ഗവർണർ മൈക്കൽ ഡുക്കാക്കിസ് പറഞ്ഞു.
2015 മുതലാണ് ലോക സമാധാനത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ലോക നേതാക്കൾക്ക് ബോസ്റ്റൺ ഗ്ലോബൽ ഫോറം പുരസ്കാരം നൽകി തുടങ്ങിയത്. ലോക നേതാക്കളായ ഷിൻസോ ആബെ, ആംഗല മെർക്കൽ, ബാൻ കി മൂൺ, സൗലി നിനിസ്റ്റോ, വൊളോഡിമിർ സെലൻസ്കി, ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർക്ക് മുൻ വർഷങ്ങളിൽ ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നോക്കാം ഇനി കായിക വാർത്തകൾ. വനിതാ ലോകകപ്പ് കിരീടം നേടി ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നായിക ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തി ലോകകപ്പ് പ്രധാനമന്ത്രിക്ക് കൈമാറി. ടീമിലെ മുഴുവൻ താരങ്ങളും ഒപ്പിട്ട ജേഴ്സിയും പ്രധാനമന്ത്രിക്ക് നൽകി. ടൂർണമെന്റിൽ 3 തോൽവികൾക്ക് ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ തിരിച്ചുവരവ് അതിഗംഭീരമെന്ന് നരേന്ദ്രമോദി താരങ്ങളോട് പറഞ്ഞു. യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്ന് കളത്തിൽ. ചെൽസി, ഇന്റർ മിലാൻ ടീമുകൾക്ക് ഇന്ന് മത്സരമുണ്ട്. പരിക്കിനാൽ വലയുകയാണ് FC ബാഴ്സലോണ. ഫുൾ സ്ക്വാഡുമായി കളിച്ച കാലം മറന്നു. റാഫീഞ്ഞ, ഗാവി, ഗാർസിയ തുടങ്ങിയവരെല്ലാം പുറത്താണ്. മധ്യനിരയുടെ എഞ്ചിൻ പെഡ്രിക്ക് കൂടി പരിക്കേറ്റതോടെ ഹാൻസി ഫ്ലിക്കിന്റെ തലവേദന കൂടി. ചാമ്പ്യൻസ് ലീഗിലെ 4ാം റൗണ്ട് പോരിൽ ക്ലബ് ബ്രൂഗിനെതിരെ ഇറങ്ങുമ്പോൾ സൂപ്പർ താരം ലെമീൻ യമാലും പൂർണ്ണ സജ്ജനല്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റോബർട്ട് ലെവൻഡോസ്കിയും ഡാനി ഓൾമോയും തിരിച്ചെത്തുന്നത് കറ്റാലൻസിന് കരുത്താകും. 3 മത്സരങ്ങളിൽ 6 പോയിന്റുള്ള ബാഴ്സയ്ക്ക് ഇന്ന് ജയിച്ചാൽ ടോപ്പ് 8-ൽ തിരിച്ചെത്താം. അപരാജിത കുതിപ്പ് തുടരാനിറങ്ങുകയാണ് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ അവരുടെ മുൻ താരം എർലിംഗ് ഹാലൻഡാണ് സിറ്റിയുടെ വജ്രായുധം. 3 കളിയിൽ 4 ഗോളുമായി സീസണിൽ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് ഹാലൻഡ്. ഇന്റർ മിലാൻ, ന്യൂകാസിൽ യുണൈറ്റഡ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. രാത്രി 1:30-ക്കാണ് എല്ലാ കളികളും. സ്പോർട്സ് ഡെസ്ക് 24. തടഞ്ഞുവെച്ച SSK ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയതോടെ പ്രതീക്ഷയിൽ വിദ്യാഭ്യാസ വകുപ്പ്. 1158 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും ഇത് നേടിയെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന കത്ത് AGയുടെ നിയമോപദേശത്തിനു ശേഷം കേന്ദ്രത്തിന് കൈമാറും. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട 109 കോടി രൂപയിൽ 92 കോടി 41 ലക്ഷം രൂപ സംസ്ഥാനത്തിന് ലഭിച്ചത്. നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള നോൺ റെക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനി കിട്ടാനുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫണ്ടും ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2023-24 കാലഘട്ടത്തിലെ 118 കോടി 58 ലക്ഷം രൂപയും 2024-25 കാലഘട്ടത്തിലെ 513 കോടി രൂപയും 25-26 കാലഘട്ടത്തിലെ 456 കോടി രൂപയും ഇനി ലഭിക്കാനുണ്ട്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട റിക്കറിംഗ് ഫണ്ടാണ്. നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള നോൺ റിക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. അത് ഈ ആഴ്ച തന്നെ ലഭിച്ചേക്കും. ഈ കുടിശ്ശിക നമുക്ക് SSKക്ക് കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തുന്നതിന് വേണ്ടി. SSK ഫണ്ട് ആദ്യ ഗഡു ലഭിച്ചത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ നേട്ടമാണെന്നോ അല്ലെന്നോ പറയാനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാനുള്ള കത്ത് AGയുടെ പരിഗണനയിലാണ്. മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നത് തീരുമാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി രാജ്ഭവൻ മുന്നോട്ട്. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സർവകലാശാല പ്രതിനിധി ഡോക്ടർ A സാബുവിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളി. രാജ്ഭവന്റേത് സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും സെർച്ച് കമ്മിറ്റിയിലെ അപാകതയിൽ കോടതിയെ സമീപിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ A സാബുവാണ് പിന്മാറുന്നതായി രാജ്ഭവനെ അറിയിച്ചത്. എന്നാൽ സാബുവിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളി. സർവകലാശാലയാണ് പ്രതിനിധിയായി സാബുവിനെ നൽകിയത്. പിന്മാറുകയാണെങ്കിൽ സർവകലാശാലയെ അറിയിക്കാനാണ് രാജ്ഭവൻ സാബുവിന് നൽകിയ മറുപടി. സാബുവിനെയും കൂടി ഉൾപ്പെടുത്തി VC നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ രാജ്ഭവൻ മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിറക്കിയ നോട്ടിഫിക്കേഷന് പിന്നാലെ പത്രങ്ങളിൽ പരസ്യവും നൽകി. അതേസമയം രാജ്ഭവന്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. നിയമപരമായ ഉപദേശം എടുത്തിട്ടുണ്ട്. കോടതിയെ സമീപിക്കും.
നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലേറ്റ് എഡിഷന് സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.